ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുട്ടുപ്മാവാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 കഷ്ണം പുട്ട്, ഒരു മുട്ട, പച്ചമുളക്, വലിയുള്ളി, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഈ പുട്ട് നന്നായിട്ട് കൈകൊണ്ട് പൊടിക്കുക കേട്ടോ. പൊടിച്ചിട്ട് ഉപ്പുമാവ് രൂപത്തിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഈസി ആയിരിക്കും, നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒന്നും കൂടെ ഈസി ആയിരിക്കും. പൊടിച്ച പുട്ട് ഏകദേശം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്കൂടെ ഒന്നുകൂടെ ഈസി ആവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി കുനുകുനുന്നനെ അരിഞ്ഞെടുക്കുക. ഇതുപോലെ ചെറുതാക്കി അരിയുക. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ഉപ്പുമാവിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ശകലം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഇനി ഞാൻ മുട്ട പൊട്ടിച്ച് പാരാൻ പോവാം കേട്ടോ. 1 2 എത്ര വേണേലും ഇഷ്ടമുള്ള മുട്ട എടുക്കാം കേട്ടോ. കാരണം മുട്ട കൂടുതലും ഇഷ്ടമുള്ളവർക്ക് 2 എണ്ണമൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് മുട്ട പൊട്ടിച്ച് പാർന്നിട്ട് അതിൻ്റെ മുകളിൽ ശകലം ഉപ്പും കൂടെ തൂകുന്നുണ്ട് കേട്ടോ. മുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി, കാരണം പുട്ടിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചെക ആക്കാതെ ഒരു പിരി ആക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ നന്നായിട്ട് ഇളക്കി മറിച്ച് കുത്തിപ്പൊരിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ഇനി നമ്മൾ കൈകൊണ്ട് ഈ പൊടിച്ച് വെച്ച പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. അതിനുശേഷം ഈ വലിയ ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതിട്ടതിന് ശേഷം ശകലം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഈ വലിയ ഉള്ളിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശകലം ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. കാരണം ഈ വലിയ ഉള്ളി വേവരുത്, വലിയ ഉള്ളി പച്ച കടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മുട്ടപ്പുട്ടുപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ട്രൈ മസ്റ്റ്, എല്ലാവരും ട്രൈ ചെയ്യണേ. ബായ്.